എറണാകുളത്ത് ക്വീൻസ് വാക്വേയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ വെറൈറ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവലിലെ എബിൻജറിന്റെ ചാനലിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ പകലൊരു ദിവസം പോയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കിന്ന് രാത്രി പോയിട്ട് എന്തൊക്കെ ഫുഡാണ് ഉള്ളതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു ഭംഗിയില്ല കേട്ടാ. സ്ട്രീറ്റ് ലൈറ്റ് ശരിയാക്കണത് കുറച്ച് ആ ഒരു പകല് വരുമ്പോ ഭംഗി കിട്ടില്ലേ? പകല് വരുമ്പോ മരം ഇങ്ങനെ രണ്ട് സൈഡിൽ നിൽക്കണേ നല്ല ഭംഗിയാണ്. പക്ഷെ ഇതിപ്പോ രാത്രി ആകുമ്പോ അത്ര സുഖമില്ല. ഇത് നമ്മളിപ്പോ മറൈൻ ഡ്രൈവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ബാക്കില് മറൈൻ ഡ്രൈവ്, ഇത് ബേപ്രൈഡ് മാള്, ലെഫ്റ്റ് സൈഡില് ബേപ്രൈഡ് മാള്, റൈറ്റ് സൈഡില് പെന്റാമേനക. മറൈൻ ഡ്രൈവിലേക്കാണ് നമ്മൾ എത്തുന്നത്. കറക്റ്റ് ഇതാ ഈ ബ്രിഡ്ജ് കയറുന്നത് ലെഫ്റ്റ് സൈഡില് മറൈൻ ഡ്രൈവ്, റൈറ്റ് സൈഡിൽ എറണാകുളം മാർക്കറ്റ്. ജ്വല്ലറി സെറ്റ് ചെയ്തേക്കാണ് ആ ഒരു വണ്ടിയില്. നമ്മുടെ അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് അല്ല, നമ്മുടെ അവിടെ മരട് ജംഗ്ഷനിലായിരുന്നു. ഇവിടെ ഞാൻ ഏത് വീഡിയോയിൽ ഇട്ടാന്ന് ഓർക്കണില്ല. അത് ഏത് വീഡിയോയിലായിരുന്നു ഓർക്കണില്ല. ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു ആ വണ്ടിയുടെ ഇൻസൈഡൊക്കെ കാണിച്ചായിരുന്നു. കെട്ടുവള്ളം അപ്പുറത്തെ സൈഡില്ല. അതിപ്പോ നിർത്തിയില്ലേ? ഇത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് സ്ട്രെയിറ്റ് പോകുമ്പോഴാണ് നമ്മുടെ ക്വീൻസ് വാക്ക്. റൈറ്റ് സൈഡില് ഹൈക്കോർട്ട് കാണാൻ പറ്റുന്നില്ല, ഇരുട്ടായത്. അശോക ഫ്ലാറ്റ് അല്ലേ ഇത്? പഴയ ഫിലിമില് പണ്ട് സിനിമയിലൊക്കെ ഉണ്ട്. ഇത് കാണാൻ പറ്റും. പണ്ട് എറണാകുളത്തുള്ള അടിപൊളി ബിൽഡിങ്സ് ഒക്കെ അതന്നെ. ഇതുവഴിയും പോവാ. ഇതാണ് കുറച്ചും കൂടി നല്ല എളുപ്പത്താൻ പറ്റുന്നത്. ബോൾഗാട്ടി പാലസ് വഴിയാ. ബോൾഗാട്ടി പാലസ് ലെഫ്റ്റ്. ഇതുവഴി പോലെ ആസ്റ്ററിലേക്കൊക്കെ റൈറ്റ് വല്ലാർപാടം, വൈപ്പിൻ, സൗത്ത് നോർത്ത് പറവൂര്, പിന്നെ തൃശ്ശൂർ. തൃശ്ശൂരാ? ആ വഴി തൃശ്ശൂർ പോവാം, കൊടുങ്ങല്ലൂർ. ഇപ്പൊ നമ്മളിപ്പോ ഈ രാത്രി കാണുന്ന കാഴ്ചകൾ പകല് കണ്ടാൽ എങ്ങനെയിരിക്കും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. എന്താന്ന് വെച്ചാല് ഈ ഒരു റോഡിന്റെ പകലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം പകല് വന്നപ്പോ ഉള്ള ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വരുന്ന ഒരു വീഡിയോയിൽ നമുക്ക് പകല് കാണാം. ഇന്നിപ്പോ രാത്രിയുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മൾ ക്വീൻസ് വാക്വേയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. തിരക്കുണ്ട്. വണ്ടിയുടെ സ്ഥലമില്ല ഇനി, പിന്നെ തിരക്കില്ലാതെ. കുറച്ചും കൂടെ ഒരു കാണാൻ ഭംഗിയുള്ള ആ കുറച്ച് സ്പേസ് അങ്ങോട്ട് ചെറിയ തിരക്കൊന്നുണ്ടോ? നല്ല ഹർത്താലില്ല. ഹർത്താലായിരുന്നില്ലെങ്കിൽ അപ്പൊ ഇതിലും തിരക്കുള്ളൂ.
Tigute. ഒതുക്കായി സംഭവം കൊള്ളാം. കേരള കേരളത്തിലെ ലാർജസ്റ്റ് വാട്ടർ ഫ്രണ്ട് റെസിഡൻഷ്യൽ പ്രോജക്റ്റ്. അത് റെസിഡൻഷ്യൽ ഫ്ലാറ്റ്. ഫ്രണ്ട് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഇവിടെയൊക്കെ ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ അന്ന് ഇവിടെ പിള്ളേര് ഓടുന്നുണ്ടായിരുന്നു. ഓട്ട മത്സരങ്ങളുണ്ട്. മാരത്തോൺ. നമ്മളിപ്പോ ഈ കാണുന്നത് ക്വീൻസ് വാക്വേയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. അത് ശോഭ ഡെവലപ്പേഴ്സിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർ ഫ്രണ്ട് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണ്. റൈറ്റ് സൈഡിൽ വാക്വേ, ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്. അപ്പൊ അതിന്റെ എൻട്രൻസ് കാണാം. ഇതിന്റെ എൻട്രൻസ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിഞ്ചയും ഡ്യൂക്കുവാ. നിഞ്ച ഡ്യൂക്കുവാ. അടുത്ത ബിൽഡിംഗ് ഒരു ഗാർഡൻ കാണാനുള്ളത്. ഗാർഡൻ ഒരുത്തൻ്റെ വീട്ടിലെ റിലേറ്റീവ്സ് വന്നതാ. എന്താണ്ട് ഒരു ബട്ടർ സ്കോച്ച് കോണിലാണ്. ഒരു ബട്ടർ സ്കോച്ച്, ഒരു ചോക്ലേറ്റ്, ചോക്ലേറ്റ്. ഏത് ഐസ്ക്രീമിന്? എൻ്റെ അടുത്ത് വരില്ലടാ. കണ്ടില്ല കണ്ടില്ല. എൻ്റെ അടുത്ത് വരില്ല. കാണിച്ചു ക്യാമറ. സൂര്യ അപ്പുറത്തേക്ക് വെളിച്ചം വെളിച്ച ഫേസിൽ വന്നില്ലത്. മുഖത്തിട്ടാണല്ലോ സൂചി കുറച്ചും പോസ്റ്റിലേക്ക് കയറേണ്ടി വരും തോന്നലാ. ഞാനെന്താണ്ട് നമ്മളിപ്പോൾ ക്വീൻസ് വാക്വേയിലാണ്. നമ്മളപ്പോൾ മോമോസ് അന്വേഷിച്ചാണ് വന്നത്. മോമോസ് കഴിഞ്ഞു. അവിടെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ട്രീറ്റ് ഫുഡ് നോക്കി പോവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. 8 മണി കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അപ്പോൾ നമ്മളിവിടെ വരികയാണെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരികയാണെങ്കിൽ സ്ട്രീറ്റ് ഫുഡ്സ് എല്ലാം ഉണ്ടാവും. മോമോസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മോമോസ് തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ പ്രതീക്ഷയൊക്കെ കൈവിട്ടു. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട്. കാറ്റും അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷെ ചെറിയ കാറ്റൊക്കെ ഉണ്ട് കായലിൽ നിന്ന്. കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. അപ്പോൾ എറണാകുളത്ത് ഇതുവരെ ഈ ഒരു വാക്ക് വേ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇടയ്ക്ക് ഒരു ദിവസം സൺഡേ സാറ്റർഡേ ഒക്കെ വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങുകയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഒരു ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിലും ഒരു ചേഞ്ചാണ്. വണ്ടികളുടെ ബഹളം, വണ്ടികൾ റോഡിലധികം ഉണ്ടെങ്കിലും വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. എന്നിട്ട് എവിടെയാ സ്ട്രീറ്റ് ഫുഡ് കിട്ടണമെന്ന് നോക്കാം.
ഇത് ഞാൻ നോക്കിക്കോളാം. ചേച്ചിയുടെ കൊടുക്കൂ. ഓക്കെ, ഇതും ഇത് മൈ